അതിനിടെ അസമിൽ നിന്ന് വരുന്ന വാർത്ത സർക്കാർ രൂപീകരിക്കാൻ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നു ഹിമന്ത ബിശ്വ ശർമ്മ എന്നതാണ്. ലോക് ഭവനിലെത്തി ഗവർണർ ലക്ഷ്മൺ ആചാര്യയുമായി കൂടിക്കാഴ്ച നടത്തി. ചൊവ്വാഴ്ചയാണ് ഹിമന്തയുടെ സത്യപ്രതിജ്ഞ. PR അരവിന്ദ് വിവരങ്ങളുമായി. അരവിന്ദ്, രണ്ടാം തവണയും ഹിമന്ത ബിശ്വ ശർമ്മ അസാമിനെ നയിക്കാൻ എത്തുകയാണ്. അപ്പോൾ അതിന്റെ ആദ്യ പടി എന്ന നിലയിലാണ് ഗവർണർക്ക് കത്ത് നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ, കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് BJP നിയമസഭാ കക്ഷി നേതാവായി ഹിമന്ത ബിശ്വ ശർമ്മയെ തിരഞ്ഞെടുത്തത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഗവർണറെ കണ്ടിരിക്കുകയാണ് ഹിമന്ത ബിശ്വ ശർമ്മ. ലോക്ഭവനിലെത്തി അസം ഗവർണറായ ലക്ഷ്മണൻ ആചാര്യയെ കണ്ട് സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശം ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞ നേരത്തെ തന്നെ BJP നേതാക്കൾ തീരുമാനിച്ചു കഴിഞ്ഞു. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സത്യപ്രതിജ്ഞ നടക്കുമെന്നതാണ് BJP അറിയിച്ചിരിക്കുന്നത്. ഖാനാപാരിയിലെ വെറ്റിനറി ഫീൽഡ് സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതോടൊപ്പം തന്നെ BJP മുഖ്യമന്ത്രിമാർ അടക്കം പങ്കെടുത്തുകൊണ്ട് വലിയൊരു ശക്തി പ്രകടനത്തിന് തന്നെയാണ് ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJP തയ്യാറെടുക്കുന്നത്. നമുക്കറിയാം, വലിയൊരു വിജയം BJP അസമിൽ സ്വന്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം നിരീക്ഷകരെ BJP നിയോഗിച്ചിരുന്നു. പക്ഷേ നിരീക്ഷകരെ നിയോഗിച്ചപ്പോഴും ആരാകും മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ BJPക്ക് ആശയക്കുഴപ്പം ഇല്ലായിരുന്നു. തുടർച്ചയായ രണ്ടാം തവണയാണ് ഹിമന്ത ബിശ്വ ശർമ്മ അസമിന്റെ മുഖ്യമന്ത്രിയായി എത്തുന്നത്. അതേസമയം സംസ്ഥാനത്ത് ആദ്യമായി ഒരു പാർട്ടി മൂന്നാമത് വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു. BJP മൂന്നാമത് തവണയും അസമിൽ തുടർച്ചയായി അധികാരത്തിൽ വരാൻ പോവുകയാണ്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അസമിലെ സ്ഥിതി വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം വലിയ രീതിയിലുള്ള പരാജയമാണ് ഇത്തവണ കോൺഗ്രസിന് അസമിൽ നേരിടേണ്ടി വന്നത്. ഇതുമായി ബന്ധപ്പെട്ട ആഭ്യന്തര അവലോകനമെല്ലാം കോൺഗ്രസ് ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം സത്യപ്രതിജ്ഞ ചടങ്ങും അതുപോലെ തന്നെ മറ്റ് നടപടികളുമായി അസം സർക്കാരും മുന്നോട്ട് പോവുകയാണ്. ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് ഹിമന്ത ബിശ്വ ശർമ്മ തുടർച്ചയായി അസമിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. അതാണ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് ഇത് രണ്ടാം ഊഴമാണ്. BJP ആകട്ടെ മൂന്നാം തവണ അസമിനെ ഭരിക്കാൻ ഒരുങ്ങുന്നു. കോൺഗ്രസ് അവരുടെ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ വിലയിരുത്തൽ നടത്താൻ പോവുകയാണ്. ചൊവ്വാഴ്ച സത്യപ്രതിജ്ഞ ഹിമന്ത ബിശ്വ ശർമ്മയുടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.